അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുവെ ഒരു ഇതിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ കാര്യത്തിൽ വിദേശത്ത് ചെറുപ്പക്കാർ പോകുന്ന കാര്യത്തിൽ കുറേ കൂടി നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണത്. അത് കാരണം അതെല്ലായിടത്തും ആ ഒരു കുറവ് കാണിക്കുന്നുണ്ട്. 7 നിയോജകമണ്ഡലത്തിലും ഈ വിദേശത്തേക്ക് പോയ ആളുകളുടെ എല്ലാ ബൂത്തുകളുടെയും പരിശോധനയൊക്കെ കൃത്യമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ അതൊന്നും ജയത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് സുവ്യക്തമാണ്. കാരണം പോളിംഗ് ബൂത്തുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റം UDFന്റെ കേന്ദ്രങ്ങളിൽ നല്ല നിലയിലുള്ള ഒരു പോളിംഗ് സാധ്യമായിട്ടുണ്ട് എന്നും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു തരത്തിലേക്ക് തന്നെ വോട്ടിങ്ങിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ആ ഒരു തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് വന്നിട്ടുള്ളത്. തന്നെയുമല്ല, ഭരണവിരുദ്ധ വികാരം പ്രകടമായിരുന്നു, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എല്ലാ തരത്തിലും UDFന് അനുകൂലമായി വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഒരാശങ്ക പ്രകടിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ, പ്രാഥമികമായ നേതൃത്വത്തിൻ്റെയും വിലയിരുത്തൽ. പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായ ഒരു പരിശോധനയിലേക്ക് കടക്കും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതായിരിക്കും ഭംഗി. പാർട്ടി താഴെത്തട്ടിൽ ഒരു പ്രവർത്തനം നിർജ്ജീവമായിരുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. ഒക്കെ വെറുതെ പറയുന്നത്. അതിനകത്തൊരു വസ്തുത വെറുതെ ഞാനൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ LDFന്റെ സ്വാധീന കേന്ദ്രങ്ങളായിട്ടുള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ ബൂത്തുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലായിടത്തും നോക്കിയിട്ടില്ല, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അപ്പോൾ അതൊരു ഒരു പോളിംഗ് കുറഞ്ഞാൽ UDFനെതിരെ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അങ്ങ് ഒരുമിച്ച് പറഞ്ഞു വിടുന്ന ഒരു രീതിയാണ്. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കും. കാരണം UDFന്റെ സംഘടനാ സംവിധാനം നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് തന്നെ വോട്ട് ഷെയർ ഓരോ പ്രദേശങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പിന്നെ ഇനി ഒരു സാമൂഹ്യപരമായ ഒരു ഒഴുക്ക്, അതായത് എല്ലാ സമുദായ പ്രസ്ഥാനങ്ങളും UDFന് അനുകൂലമായിരുന്നു. അതിനകത്ത് വ്യത്യസ്തമായ ഒരു തരത്തിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നീട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു നിഗമനം, സർക്കാരിനോടുള്ള ആ ഒരു മനം മടുത്ത ആളുകൾ, ഇടതുപക്ഷ വിശ്വാസികൾ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടാവുക. ഇതാണ് എൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള പലരും അക്കാര്യത്തിൽ മനംമടുപ്പ് പ്രകടിപ്പിച്ച് ഇനി വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. ആ ഇടതുപക്ഷവാദികളുടെ വോട്ട് ഒരുപക്ഷെ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഈ DCC പ്രസിഡന്റ് അടക്കം പ്രധാനപ്പെട്ട ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി പ്രവർത്തിച്ചില്ല എന്നൊരാശയം. DCC പ്രസിഡന്റ് ഒരു സ്ഥലത്ത് കാണാനില്ല. അല്ല, അതൊക്കെ വെറുതെ ഒരു നേതൃത്വം നൽകേണ്ട ഒരാളല്ലേ? അല്ല, അദ്ദേഹമായിരുന്നു ചീഫ് ഇലക്ഷൻ ഏജന്റ്. ആ തരത്തിൽ അദ്ദേഹം ഭംഗിയായ പ്രവർത്തനം നിർവഹിച്ചിട്ടുണ്ട്. 100% അദ്ദേഹം സജീവമായിരുന്നു. അങ്ങനെ ഒരു ആക്ഷേപമൊന്നും പറയേണ്ട ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നില്ല. UDF സംവിധാനം ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിച്ചത്. നല്ല നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുമുണ്ട്.